ചെങ്കോട്ടയും ചാന്ദിനി ചൗക്കും അടക്കമുള്ള പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ചാവേർ ആക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്ന് ഇന്റലിജൻസിന്റെ റിപ്പോർട്ടുണ്ട്. അതുകൊണ്ട് വളരെ ജാഗ്രതയിലാണ് നമ്മുടെ സെക്യൂരിറ്റി സംവിധാനങ്ങളെല്ലാം തന്നെ. ഈ അടുത്ത സമയത്താണ് 7 ലഷ്കർ ഇ തോയ്ബയുടെ പ്രവർത്തകരെ പിടികൂടിയത്. അതിൽ 5 പേര് വെസ്റ്റ് ബംഗാളിൽ നിന്നും 2 പേര് ചെന്നൈയിൽ നിന്നും മറ്റുമാണ് പിടികൂടിയത്. അതുകൊണ്ട് കേരളം ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ചാവേറായിട്ട് കടന്നു വന്നിട്ടുള്ള ആളുകൾ ഒളിച്ച് താമസിച്ചിട്ടുണ്ട് എന്നൊരു സംശയമുണ്ട്. മാത്രമല്ല PFIയുമായി ബന്ധപ്പെട്ട ചില സ്ലീപ്പർ സെൽസുകളുടെ പ്രവർത്തനത്തെക്കുറിച്ചും ചില സൂചനകൾ ഈ അന്വേഷണ സംഘത്തിൽ ലഭിച്ചിട്ടുണ്ട്. പേടിക്കേണ്ട കാര്യമുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ പേടിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ പേടിക്കേണ്ടതായിട്ടുണ്ട്. ഗൗരവത്തിലാണ് കാര്യങ്ങൾ, പക്ഷേ രഹസ്യ സ്വഭാവത്തിൽ ഗവൺമെൻറ് കൈകാര്യം ചെയ്യുന്നു. കാരണം ജനത്തിന് ഭീതി ഉണ്ടാവണ്ട എന്നുള്ള രീതിയിൽ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് 8 പേരെ പിടിക്കുകയല്ല സിനിമ. പിന്നെ അത് ഡൽഹി സ്ഫോടനത്തിന് ശേഷം നമ്മുടെ ശത്രുക്കൾ, നമ്മുടെ രാജ്നാഥ് സിംഗ് ഉൾപ്പെടെ, അല്ലെങ്കിൽ മുൻ നമ്മുടെ കരസേന മേധാവി ഉൾപ്പെടെ പറഞ്ഞത് 2.5 ശത്രുക്കളാണ് ഇന്ത്യക്കുള്ളത്. നമ്മൾ വിചാരിക്കും 2.5 എന്ന് പറഞ്ഞാൽ എപ്പോഴും 2 രാജ്യങ്ങൾ പ്രബലമായിട്ട് നമ്മുടെ ശത്രു ഭാഗത്തുള്ളതായിട്ട് നമുക്ക് കരുതേണ്ടി വരും. അതൊന്നെങ്കിൽ ബംഗ്ലാദേശും പാകിസ്ഥാനും ആയിരിക്കാം, അല്ലെങ്കിൽ പാകിസ്ഥാനും ചൈനയും ആയിരിക്കാം, അല്ലെങ്കിൽ പാകിസ്ഥാനും ഈ തുർക്കിയുമായിരിക്കാം. അതിൻ്റെ കൂടെ 0.5 ശത്രുക്കൾ കൂടെ ഉണ്ട്. അപ്പം വിചാരിക്കും 0.5 ശത്രുക്കളാണ് നമ്മുടെ ഇന്ത്യക്ക് അകത്തുള്ള ശത്രുക്കൾ, ആഭ്യന്തര ശത്രുക്കൾ. ഇപ്പം ചർച്ച ചെയ്ത് വരുമ്പോൾ ആഭ്യന്തര ശത്രുക്കൾക്ക് സഹായമാകുന്ന രീതിയിലുള്ള ആളാണോ പ്രതിപക്ഷം, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി? അദ്ദേഹത്തിൻ്റെ വർത്തമാനവും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും അദ്ദേഹത്തിൻ്റെ രീതികളും നമ്മുടെ സിന്ധൂരിൽ ഉൾപ്പെടെയുള്ള സമയത്ത് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ നിറയിലെത്തിയപ്പോൾ, ഇന്ത്യ ജയിച്ചപ്പോൾ, ഇന്ത്യയുടെ കാല് പിടിച്ചപ്പോൾ, അല്ലെങ്കിൽ ലോകത്തുടനീളം ഇന്ത്യയുടെ ഈ പ്രകടനവും പ്രതിരോധ സംവിധാനവും അല്ലെങ്കിൽ ഇത് ഇന്ത്യക്ക് മാത്രം സാധ്യമാകുന്നു എന്ന് ചർച്ച ചെയ്തപ്പോൾ ഇന്ത്യക്കെതിരെ എന്ന ഒറ്റ ഒരാളെ ഉള്ളൂ, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്. ഏറ്റവും അവസാനം ഇപ്പോഴും സമ്മതിക്കാത്ത ഇന്ത്യ നടത്തിയ ഓപ്പറേഷനുകൾ എല്ലാം വലിയ വലിപ്പത്തിലാണെന്ന് പാകിസ്ഥാൻ ഓരോന്ന് സമയം വന്നപ്പോൾ ഘട്ടം ഘട്ടമായിട്ട് സമ്മതിക്കേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള ഏജൻസികൾ ഇതെല്ലാം ശരിയാണെന്ന് സമ്മതിക്കുമ്പോൾ ഇപ്പോഴും സമ്മതിക്കാത്ത ആരാ? രാഹുൽ ഗാന്ധി. പിന്നെ പോട്ടെ, മീറ്റ് കഴിഞ്ഞ ദിവസം അലമ്പാക്കിയതാരാ? രാഹുൽ ഗാന്ധി. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം IS ഭീകർ, അതായത് ലഷ്കർ തോയ്ബയുടെ കെയർ ഓഫിൽ, അല്ലെങ്കിൽ ഇവരെ പിടിച്ചവർ IS ബന്ധമുള്ളവരാണെന്ന്, ലഷ്കർ തോയ്ബയുടെ തിട്ടൂരം നടപ്പാക്കാനാണ് ഇവർ വന്നിരിക്കുന്നത്. ബംഗ്ലാദേശിൽ നിന്നുള്ള ഭീകരരാണ്. നമ്മൾ പറഞ്ഞല്ലോ, ബംഗ്ലാദേശ് യുനെസിൻ്റെ കയ്യിൽ വന്നപ്പോൾ അതിനെ കയ്യിലെടുത്ത് അവിടെ നിന്നുള്ള ഭീകരരെ തുറന്നുവിട്ട് വളരെ കൂടുതൽ, അല്ലെങ്കിൽ ഭീകരർ ഇന്ത്യയിലേക്ക് കടന്നു കയറി ഇരിക്കുന്നു എന്നുള്ള രീതിയിലേക്കുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് നമുക്കുണ്ടായിരുന്നു. മാത്രവുമല്ല, കടന്നു കയറണ്ട, ഇവിടെ സ്ലീപ്പർ സെല്ലുകൾ വളരെ വലിയ വലിപ്പത്തിൽ കാലങ്ങളായിട്ടുണ്ട്. ഈ സ്ലീപ്പർ സെല്ലുകൾക്ക് പ്രവർത്തിക്കാൻ യോഗ്യമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഉരുത്തിരിക്കാൻ നോക്കിയാണ്. അപ്പോൾ ആ കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നു. ഒരുപക്ഷെ ബംഗ്ലാദേശിലെ ഭരണമാറ്റം വന്ന് യുനെസ് വന്ന് അവർക്ക് വേണ്ട സഹായങ്ങളും സപ്പോർട്ടുകളും എല്ലാം വരുമ്പോൾ അന്നേരമാണല്ലോ ഏറ്റവും അവസാനം ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്പറേഷനുകൾക്കാണല്ലോ സ്ലീപ്പർ സെല്ലുകൾ ഉയർന്നു വരുന്നത്. അതുവരെ ഇവർ ശാന്തമായിട്ട് കിടക്കും. അപ്പോൾ ഇപ്പം ഈ വന്നത് പിടിച്ചത് ഞാനീ പറഞ്ഞതുപോലെ വലിയ PFIക്കാരനെ ഇവിടുന്ന് വെളുപ്പാൻ കാലത്ത് ഞെട്ടിയും നിക്കറും ഇടാൻ സമ്മതിക്കാതെ എടുത്തുകൊണ്ട് പോയത് ഇത് വലിയ വലിപ്പത്തിലുള്ളൊരു ഓപ്പറേഷൻസ് ഇന്ത്യയിലുടനീളം ഒരുപക്ഷെ നമ്മളിരിക്കുന്ന ഈ കൊച്ചിയിൽ ഉൾപ്പെടെ ഉള്ളത് നടന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ രഹസ്യമായിട്ട്. ഇതെപ്പം തുടങ്ങി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് സിന്ധൂരിന് ശേഷം ഈ പാകിസ്ഥാൻ്റെ തിരിച്ചടി, പാകിസ്ഥാൻ അവർക്ക് പറ്റിയ ക്ഷീണം, അവിടുത്തെ നമ്മുടെ ആഫീസിൽ ഉൾപ്പെടെ ഉള്ളവന് പറ്റിയ ക്ഷീണം, അല്ലെങ്കിൽ അവിടുത്തെ ഭീകരവാദികൾക്ക് അവൻ്റെ കാലങ്ങളായിട്ട് അവൻ കൈയടക്കി വെച്ചിരുന്ന പ്രദേശത്ത് അവൻ്റെ ആലയത്തിൽ, അല്ലെങ്കിൽ അവൻ്റെ നമ്മൾ നശിപ്പിച്ചില്ലേ, ഇതിനകത്തൊരു തിരിച്ചടി വരാൻ പറ്റിയില്ല. അപ്പോൾ അതിനുവേണ്ടി ഒരു ശ്രമം, പാകിസ്ഥാൻ തിരിച്ചടിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ തിരിച്ചടി എന്ന് പറഞ്ഞാൽ ഉമ്മാരുടെ തിരിച്ചടിയാണല്ലോ. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു കാര്യത്തിന് വേണ്ടി ഉരുത്തിരിഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും അവസാനം നമ്മുടെ ഡൽഹി സ്ഫോടനം എല്ലാം ഇതുപോലെ അന്വേഷിച്ച് പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരുത്തൻ എന്തെങ്കിലും നടത്താമെന്ന് പറഞ്ഞിട്ടുള്ള സ്ഫോടക വസ്തുവായിട്ട് വന്ന് ഡൽഹിയിൽ വന്ന് പൊട്ടിത്തെറിക്കാതെ അല്ല സ്വാഭാവികമായിട്ട് നിർത്തും. ഇതിൻ്റെ പുറകിൽ അന്നേ ഒരു അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു. ഏതാണ്ട് 7,000-8,000 പേരോളം ചോദ്യം ചെയ്തിരുന്നു. പല ചോദ്യം ചെയ്തവരെയും ചോദ്യം ചെയ്തിട്ട് വിട്ടു, അല്ലെങ്കിൽ ഇവൻ്റെ പുറകിൽ ചിപ്പ് ഘടിപ്പിച്ചാലും ചിപ്പെന്ന് പറയാൻ ഇവനെ വിട്ടിട്ട് പിന്നെ ഇവൻ എന്തൊക്കെയാണ് നോക്കും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് വന്ന അന്വേഷണത്തിൻ്റെ ഫലമായിട്ട് വന്ന, അല്ലെങ്കിൽ തിരച്ചിലിൻ്റെ ഫലമായിട്ട് വന്നതാണ് കഴിഞ്ഞ ദിവസത്തെ ഇത്. അതായത് ഏറ്റവും അടുത്ത ഇന്റലിജൻസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ പരമ്പരയായിട്ട് സ്ഫോടനത്തിന് വേണ്ടി പ്ലാൻ ചെയ്യുന്നു. അതിൻ്റെ ഏറ്റവും അവസാനത്തെ കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാസം 6-ാം തീയതി, എനിക്കൊന്ന് ഫെബ്രുവരി 6-ാം തീയതിയാണല്ലോ, പാകിസ്ഥാനിലെ ഒരു പള്ളിയിൽ ഒരു ചാവേർ സ്ഫോടനം ഉണ്ടായി. അതിന് തിരിച്ചടി എന്നോണം, അതിൻ്റെ കാരണക്കാരൻ എന്നോണം അഫ്ഗാനിസ്ഥാനിൽ കഴിഞ്ഞ ദിവസം കയറി അടിച്ചു.
ഒരു ദിവസം അഫ്ഗാനിസ്ഥാനെ അടിക്കുന്നതിന് പകരം പാകിസ്ഥാൻ അതിന് മുമ്പ് അവൻ്റെ ഭൂമിയിൽ തന്നെ അടിച്ചു. മനസ്സിലായി? തെഹ്രീക്കെ താലിബാനെ അടിക്കുന്നത്. അപ്പോൾ അഫ്ഗാനിസ്ഥാനെ കയറി അടിക്കാൻ പറ്റുമല്ലോ, ഇന്ത്യയെ കയറി എങ്ങനെ അടിക്കാൻ പറ്റത്തില്ല? ഇന്ത്യയിൽ അതിന് പകരം ഈ ലഷ്കർ എ തോയ്ബെ എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ ആൾക്കാരായിട്ടുള്ള ബംഗ്ലാദേശികളെ എന്നുള്ള പിടിച്ച് 5 പേരെ പിടിച്ചെടുക്കുന്നറിയോ? ഈ പറയുന്ന തമിഴ്നാട്ടിൽ നിന്ന് 2 പേരെ ബംഗ്ലാദേശിൽ നിന്നാണ് പിടിച്ച്. ഇനിയും പലരെയും പിടിക്കാനുണ്ട്, അല്ലെങ്കിൽ റഡാർ വലയത്തിൽ ആണ് എന്നുള്ള രീതിയിലേക്ക് വരുന്നു. അതായത് വാർത്തകളൊന്നും വലിയ വലുപ്പത്തിൽ, അതായത് ഈ പറയുന്നത് പോലെ ഇവരെ പിടിച്ചെന്ന് കരുതി ഇന്ത്യയിൽ അവർ ആസൂത്രണം ചെയ്തിരിക്കുന്ന സ്ഫോടനത്തിനകത്ത് നിർത്തലുണ്ടാക്കിയോ എന്ന് പറയാൻ പറ്റും. പിടിച്ചവന്മാർ പറയുന്നില്ല, സത്യമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അവർ ഭീകരന്മാരാണല്ലോ. അവർക്ക് എന്ത്? അപ്പം അതിനുവേണ്ടി സൈന്യത്തെ വിന്യസിച്ചിരിക്കുന്നു. നിങ്ങൾക്കറിയോ, ഈ പല ഓപ്പറേഷനിലും പലതും നടക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം നേരിട്ട് എനിക്ക് ബോധ്യമുള്ളൊരു കാര്യം പറയും. ഇപ്പം ഈ കേരളത്തിലെ കാര്യം പറയും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ ഭീകരന്മാർ ഉള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഒന്ന് കൊല്ലം ജില്ലയാണ്, വിശ്വസിക്കത്തില്ല. ഒന്ന് കാസർഗോഡ്, ഇനി ആശയമുള്ളത് മലപ്പുറം ജില്ലയൊന്നും അല്ല. ഈ മദനിയുടെ സാന്നിധ്യമായിരുന്നു അവിടെ ഈ ഭീകരന്മാരെ ഉണ്ടാക്കുന്നതിന് വേണ്ടി കയറാൻ. തടിയൻ്റെ അവിടെ സ്ഥിരം അറിയാമല്ലോ, ഞാനിവിടെ പ്രസംഗം കേട്ടാണ് ഇത്തരത്തിൽ. ഒരു പ്രാവശ്യം അവിടെ ഒരു പ്രധാനപ്പെട്ട ബാറിൽ കരുനാഗപ്പള്ളി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബാർ വന്നിട്ട് 2 ജീപ്പ്, ഏതോ ഏജൻസിയുടെയാണ് എന്ന് വെച്ചാൽ കേന്ദ്ര ഏജൻസിയുടെ 2-3 ജീപ്പ്, പിന്നെ നമ്മുടെ അവിടുത്തെ SP ഉണ്ട്, കൊല്ലം SP, ഇങ്ങോട്ട് വന്നിട്ട് ബാറിനകത്ത് കൂട്ട് കയറി വണ്ടി അങ്ങോട്ട് കയറിയിട്ട് പറഞ്ഞ് ആവശ്യമില്ലാത്തവരെല്ലാം ഇറങ്ങിക്കോളാം. എന്നിട്ട് ഇവർ ഗേറ്റ് അങ്ങോട്ട് അടിച്ചിട്ട് ആ ബാറിനകത്തോട്ട് കയറി ചെന്ന് ഒരുത്തൻ്റെ ഇത് മദ്യപിച്ചുകൊണ്ടിരിക്കുക. കേട്ടോ, ഭയങ്കര രസമാണ്. അങ്ങോട്ട് നിന്ന് കമാൻഡോസ് അങ്ങോട്ട് നിന്ന് ഒന്നും പറയുന്നില്ല, ഇവനെ അടിച്ചെടുത്ത് ചുരുട്ടി വണ്ടിക്കകത്തെടുത്തിട്ട് അങ്ങ് പോയി കൊണ്ടുപോകുക. അപ്പം ആ SP പോലും അറിയത്തില്ല, ഈ പോലീസ് SP പോലും അറിയത്തില്ല. ആ സമയത്ത് അങ്ങോട്ട് വന്നിട്ട് ഇവർ അവരുടെ കാർഡ് കാണിക്കും. ഒരു പക്ഷേ CBI-ക്കാരായിരിക്കും, അല്ലെങ്കിൽ NIA ആയിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെ ഏജൻസി ആയിരിക്കും, ഇന്നാണ് വരാൻ പറയും. അപ്പം ഇവർക്ക് വരാതിരിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് വലിയ ഉദ്യോഗസ്ഥനായിരിക്കും. അങ്ങോട്ട് വരുന്നു, ഇവരെ പിടിച്ചെടുക്കുന്നു. ശരിക്കും പറഞ്ഞാൽ പിറ്റേന്നത്തെ രാവിലത്തെ വാർത്ത പോലും ഇല്ലത്. കാരണം ഇവൻ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന, നമ്മൾ ഈ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു ഇതിന്റെ ആളാ അവൻ. പിന്നെ അവൻ എങ്ങോട്ട് പോയെന്ന് അവർ വീട്ടുകാർക്ക് പോലും അറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ്. അപ്പൊ ഞാനീ പറഞ്ഞ ഇതുപോലെ റെയ്ഡുകൾ ഇന്ത്യയിൽ ഉടനീളം നടക്കുന്നുണ്ട്. ഇപ്പൊ ഇത് വ്യാപകമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ റെയ്ഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരുത്തിനെ പിടിച്ചല്ലോ, കാശ്മീരിൽ നിന്നുള്ള, എൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അവൻ പറഞ്ഞത് ഈ പറയുന്ന ആഫിസ് സെയ്ദുമായിട്ട് അവൻ 8 കൊല്ലമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവനെ ഇവിടെ ഒരു കേസിന്റെ കാര്യത്തിനകത്ത് പിടിച്ച് അവന് അറസ്റ്റ് ചെയ്ത് 4 കൊല്ലമായിട്ട് ജയിലിൽ കിടന്നിട്ട് ഇവനെ വെളിവിട്ടതിന് ശേഷം ബംഗ്ലാദേശിലാണ്. അപ്പം അവനെ കഴിഞ്ഞ ദിവസം പിടിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഷെരീഫ് അഹമ്മദ്, കാശ്മീർ ഭീകരൻ ഷെരീഫ് അഹമ്മദ്, ഇവനാണ് ആഫീസ് ചെയ്തുമായിട്ട് 8 കൊല്ലമായിട്ട് അവനാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞ 2.5 അവൻ കാശ്മീരുകാരനാണ്, മനസ്സിലാകുന്നു. അപ്പോൾ അത്തരത്തിലേക്കുള്ള കാര്യങ്ങൾ, അതായത് ഈ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുന്നതിന് വേണ്ടി വലിയ വലിപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നു. അത് ഇന്ത്യ വളരെ കരുതലോടുകൂടി, അതായത് ഇത്രയും കരുതലുണ്ടായിട്ട് പോലും കാര്യങ്ങൾ നടക്കും. നമ്മൾ പറയുമായിരുന്നില്ല 2014 മുമ്പുള്ള ഒരു ഇന്ത്യ, അതായത് അന്ന് ഇന്ത്യക്കകത്ത് പൊട്ടിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന ഇന്ത്യ എന്ന് പറയുന്നത് 3 മാസം കൂടും നമ്മൾ റൊട്ടേറ്റ് ചെയ്യാണ്. ഇന്ന് ഡൽഹി, അടുത്ത പ്രാവശ്യത്തെ UP, അല്ലെങ്കിൽ ഇങ്ങനെ മാറി റൊട്ടേഷൻ അടിച്ചോടി. ഇപ്പം നമ്മൾ പറയുമ്പോൾ കഴിഞ്ഞ ഡൽഹി സ്ഫോടനം പോലും അവന് വേണ്ട വിധത്തിൽ പൊട്ടിക്കാൻ പറ്റിയില്ല. മാത്രമല്ല അബദ്ധവശാൽ കയ്യിൽ നിന്ന് പൊട്ടിയതുകൊണ്ട് അവന്റെ കയ്യിൽ നിന്ന് നിയന്ത്രണം പോയതാണ്. അപ്പോൾ അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ എപ്പോഴും സ്ഫോടനങ്ങൾ ഉണ്ടാകുന്ന ഒരു രാജ്യമായിട്ട് മാറി. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു സന്തുലനമല്ലാത്ത അവസ്ഥ ഇവിടെ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഭരണകൂടങ്ങൾ ശ്രമിച്ചു. അല്ലെങ്കിൽ ഇത്രയും സ്ഫോടനം ഉണ്ടാവും, ഏതെങ്കിലും ആ സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ നമ്മൾ പിടിക്കുന്നുണ്ടോ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാലും അതിന്റെ പിറകിൽ അന്വേഷിച്ച് ഏതൊക്കെ സ്റ്റേറ്റിൽ ചെല്ലാമോ അവിടെ നിന്നൊക്കെ ആളുകളെ പൊക്കിക്കൊണ്ടുവരും. കൃത്യമായ ബന്ധം പാകിസ്ഥാനിലാണോ, ബംഗ്ലാദേശിലാണോ, അതോ അഫ്ഗാനിലാണോ, ഏത് രാജ്യത്താണോ കണ്ടുപിടിക്കാൻ കഴിവുള്ള അന്വേഷണ ഏജൻസികൾ അതിന് നേതൃത്വം നൽകുന്ന ഭരണകൂടം. അന്വേഷണ ഏജൻസി പണ്ടും കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു, പക്ഷെ അതിന് നേതൃത്വം അനുവദിച്ചിരുന്നില്ല. അല്ലെങ്കിൽ നേതൃത്വം എന്ന് പറയുന്ന, നമ്മളെ ഇന്ത്യയെ ഒറ്റുന്ന, ഇന്ത്യ മഹാരാജ്യത്തെ ഒറ്റുന്ന, ഇന്ത്യയുടെ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന ഒരു നേതൃത്വവും ഒരു ഭരണവും ഒക്കെ ആയിരുന്നു നേരത്തെ എന്ന് പറയേണ്ടി വരും. ഏതായാലും ഇപ്പം പാക്കിന്റെ ആക്രമണത്തിനെതിരെ സൈന്യത്തെ വിന്യസിച്ചു. അതായത് വളരെ വലിയൊരു പദ്ധതിയുമായിട്ട് സൈന്യം ഒരുപക്ഷെ ഇന്ത്യയിലുടനീളം, ഇപ്പൊ ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞാൽ വടക്കേ ഇന്ത്യയിൽ നിന്ന് ദക്ഷിണേന്ത്യയിലേക്കാണ് ഇവരെല്ലാം കയറിയിരിക്കുന്നത്. സുരക്ഷിതമാണല്ലോ കേരളം, സുരക്ഷിതമാണല്ലോ തമിഴ്നാട്, മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ആ മേഖലയിലേക്ക് ഇവർ കയറിയിട്ടുണ്ട്. ആ മേഖലയും സൈന്യം ലക്ഷ്യം വെച്ചിരിക്കുന്നു. ഏതായാലും വരും ദിവസങ്ങളിൽ നമ്മൾ വലിയ വാർത്തകളിലേക്ക് ചെവി കോർപ്പിക്കേണ്ടി വരും.